എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് നയിച്ച സംഭവം? നമുക്കിതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപിന് അതിജീവിതയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് അന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത അതിനീചമായ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. അത് 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ, 2ാം ഭാര്യ കാവ്യ, അതിജീവിത എന്നിവരുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതായിരുന്നു. ദിലീപ് കാവ്യ വിവാഹം നടന്ന് 3 മാസം പിന്നിടുമ്പോഴാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് ആദ്യ പ്രതികരണത്തിൽ ആരോപണമുന തിരിച്ചത് മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ. ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയതെന്നാണ് ദിലീപ് ആരോപിച്ചത്. വിധിക്ക് പിന്നാലെ ദിലീപ് പുതിയ പോർമുഖം തുറക്കുന്നതിൻ്റെ സൂചനയാണോ ഇത്? ഒറ്റ രാത്രിയിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ നടന്ന അതിക്രമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന സംഭവത്തിന് പിന്നിലെ ഹീനമായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കടന്നുവരുന്നത് മഞ്ജുവിൻ്റെ ആ പ്രസംഗത്തിൽ നിന്നാണ്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് നടിക്കെതിരെ അതിക്രമം നടക്കുന്നത്. ഇതിന് പിന്നാലെ ഫെബ്രുവരി 19 വൈകിട്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നു. അവിടെ ഒത്തുകൂടിയവരെല്ലാം അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നടിക്കെതിരെ നടന്ന ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് സംസാരിച്ചു. ആ കൂട്ടായ്മയിൽ വെച്ചാണ് മഞ്ജു വാര്യരും സംസാരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് നടത്തിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സിനിമാ പ്രവർത്തകരുടെ പിന്തുണയുണ്ടാകണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. കൃത്യമായി മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇവിടെ ഇരിക്കുന്ന പലരെയും സുരക്ഷിതരായി വീടുകളിലെത്തിച്ച ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം തിരിച്ചു കിട്ടാനുള്ള അർഹത സ്ത്രീക്കുണ്ട്. ആ സന്ദേശമാണ് എല്ലാവർക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ പ്രസംഗത്തിൽ മാത്രമല്ല, തുടർന്നങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം മഞ്ജു വാര്യർ ശക്തമായി തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തത്. തൻ്റെ സുഹൃത്തിനും സഹപ്രവർത്തകയ്ക്കുമൊപ്പം അവർ എല്ലാ കാലവും ഉറച്ചു നിന്നു. 2017 ജൂൺ 21 മഞ്ജു വാര്യർ കേസിൽ മൊഴി നൽകുന്നത്. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഇത് ദിലീപിൽ വൈരാഗ്യമുണ്ടാക്കിയിരുന്നു എന്നുമായിരുന്നു മഞ്ജുവിൻ്റെ മൊഴി. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾക്കൊപ്പം മഞ്ജു വാര്യരുടെ മൊഴി കൂടി ചേർത്താണ് ദിലീപിനെ നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയാക്കുന്നത്. 2022 ഏപ്രിൽ 8 തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവിനെ വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. കേസിൽ പ്രധാനപ്പെട്ട ചില ശബ്ദരേഖകൾ ദിലീപിൻ്റേതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. മഞ്ജു അത് കേൾക്കുകയും ദിലീപിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ സമയത്തും ചില ഡിജിറ്റൽ തെളിവുകളിലെ ദിലീപിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാനും അന്വേഷണ സംഘം മഞ്ജുവിന്റെ സഹായം തേടിയിരുന്നു. ഈ ഘട്ടത്തിലൊന്നും മഞ്ജു പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടു പോയില്ല. ആദ്യം ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തിയേകുന്ന മൊഴികൾ സിനിമാരംഗത്തെ മറ്റു പലരും നൽകിയിരുന്നു. പക്ഷേ അവരിൽ പലരും പോലീസിന് നൽകിയ മൊഴി പിന്നീട് മാറ്റി പറഞ്ഞു. എന്നാൽ മഞ്ജു വാര്യർ വാക്കുകളിൽ ഉറച്ചു നിന്നു. കേസിന്റെ വിചാരണ വർഷങ്ങൾ കടന്നുപോയപ്പോഴും പലതവണ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമ വഴികളിൽ വരേണ്ടി വന്നപ്പോഴും മഞ്ജു വാര്യർ വാക്കുകളിൽ ഉറച്ചു നിന്നു. ദിലീപുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ ദിലീപിനെതിരെ നിലപാടുകൾ എടുക്കുക എന്നതും അതിൽ ഉറച്ചു നിൽക്കുക എന്നതും മഞ്ജു വാര്യർക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആ കാലയളവിൽ വ്യക്തിപരമായും സിനിമാരംഗത്തു നിന്നും അവർ നേരിട്ടത് വലിയ പ്രതിസന്ധികളായിരുന്നു. മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു. അവരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും നിറഞ്ഞു. സിനിമയിലേക്ക് തിരിച്ചു വന്ന മഞ്ജുവിൻ്റെ ചിത്രങ്ങളിൽ നിന്നും മറ്റഭിനേതാക്കളെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പലതിനും പിന്നിൽ ദിലീപും സംഘവുമാണെന്ന സംശയങ്ങൾ ഉണർത്തുന്ന പല തെളിവുകളും അക്കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ മഞ്ജു വാര്യർ ഇതിനു മുന്നിൽ പതറിയില്ല. പോലീസിലും കോടതിയിലും നൽകിയ മൊഴികൾ മാറ്റി പറഞ്ഞില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചു തന്നെ മഞ്ജു വാര്യർ നിന്നു. ഇതാണ് ഈ കേസിനെ ഈ വഴിക്കൊക്കെ എത്തിച്ചത്, അതിജീവിതയ്ക്ക് ബലമേകിയത്. ഇവിടെയാണ്
കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയുള്ള ദിലീപിന്റെ വാക്കുകൾ കാണേണ്ടത്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് തനിക്കെതിരെ മുഖ്യപ്രതിയെയും മറ്റു കൂട്ടുപ്രതികളെയും പിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞത് എന്നതാണ് ദിലീപ് പറയുന്നത്. പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും ഒത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ഇത് പ്രചരിപ്പിച്ചു എന്ന് ദിലീപ് പറയുന്നു. ആ കള്ളക്കഥ തകർന്നു എന്നതാണ് ദിലീപ് മാധ്യമങ്ങളോട് ആദ്യമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ്. തൻ്റെ കരിയർ, ഇമേജ്, ജീവിതം ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ഗൂഢാലോചനയെന്നും ദിലീപ് പറയുന്നു. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. മഞ്ജു വാര്യരോട് ദിലീപിന് കടുത്ത പകയുണ്ട് എന്നതാണ് ഈ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. വാ തുറന്നത് തന്നെ മഞ്ജുവിനോടുള്ള പക വെളിവാക്കാൻ. ദിലീപിന്റെ ശരീരഭാഷയിൽ തന്നെ അഹങ്കാരമുണ്ട്, പകയുണ്ട്, മാധ്യമങ്ങളോടുള്ള ദേഷ്യമുണ്ട്. മഞ്ജുവിനും ദിലീപിനും കാവ്യയ്ക്കും അതിജീവിതയ്ക്കും ഇടയിൽ നടന്ന സംഭവങ്ങളുടെ പ്രതികാരമായിരുന്നു അന്ന് ആ രാത്രിയിൽ സംഭവിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി കൂടി പരിശോധിക്കാം. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. ദിലീപും ആദ്യ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നതായി നടി പറഞ്ഞു. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നും കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകി. 2012 ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് നേരിട്ട് ഈ കാര്യം ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞതെന്തിനെന്നായിരുന്നു ചോദ്യം. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നായിരുന്നു ദിലീപിന്റെ ഭീഷണിയെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ല എന്നും ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിജീവിത നൽകിയ മൊഴിയിൽ പറയുന്നു. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആദ്യ ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമണം നടന്നത്. കാവ്യ മാധവന് അതിജീവിതയോട് പകയുണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡുമായി പൾസർ സുനി കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ കാവ്യയ്ക്കും ദിലീപിനും അതിജീവിതയ്ക്കുമിടയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ച കേസാണ് ഇത്. ആ കേസിൽ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിൽ ദിലീപിന് ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്ന് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ട നടനിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്നു. മലയാള സിനിമയെ അടക്കിവാണ ദിലീപ് മലയാള സിനിമയിൽ ആരുമല്ലാതായി. വിവാഹത്തിന് ശേഷം വർഷങ്ങളോളം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന മഞ്ജു വാര്യർ എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് കരിയറിൽ അവിസ്മരണീയമായ കുതിച്ചുചാട്ടം നടത്തുന്നതിനും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അവിടെയാണ് ദിലീപ് കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ആദ്യ പ്രതികരണത്തിൽ മഞ്ജുവിനെതിരെ രംഗത്ത് വരുന്നത്. സമൂഹമാധ്യമത്തിൽ ആക്രമിക്കപ്പെടാൻ മഞ്ജുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ്. കീഴ്ക്കോടതി വിധി കൊണ്ട് എല്ലാമായെന്ന് കരുതുന്ന ദിലീപിന്റെ ആരാധകർ ഇതിനോടകം മഞ്ജുവിനെതിരായ ആക്രമണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ആരോപണത്തിലും സമൂഹമാധ്യമത്തിലൂടെ നടത്തിവന്ന ആക്രമണങ്ങളിലും ഒതുക്കുമോ ദിലീപ്? തിരിച്ചുവന്ന് സിനിമാ സംഘടനകളിൽ ശക്തനായാൽ ദിലീപ് വീണ്ടും മഞ്ജുവിൻ്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുമോ? അതോ മഞ്ജുവിനെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറാകുമോ? കാത്തിരുന്ന് കാണാം.